ഹലോ എവരിവൺ, Prepwise CUCET സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്ഷനിൽ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന്. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് CUCETയെ സംബന്ധിച്ച്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി തൊട്ട് CUCETയുടെ അപ്ഡേറ്റ്സ് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങളിലേക്ക് ആദ്യം എത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് പോകാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാർച്ച് 16 വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഇത് എഴുതിയിരിക്കുന്നത് മനാഷ് ഗോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി കഴിഞ്ഞ 1.5 വർഷമായിട്ട് വളരെ ഒതന്റിക് ആയിട്ടുള്ള CUCET ന്യൂസ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൽ മുൻപന്തിയിലുള്ളൊരു മനുഷ്യനാണ്. കാരണം പുള്ളിയുടെ ട്വിറ്റർ അക്കൗണ്ട് പോയാൽ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ 2 വർഷത്തിനിടെ CUCETയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, എന്തൊക്കെ ന്യൂസുകൾ വന്നിട്ടുണ്ടോ, അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ വഴി ആൾക്കാരെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നെല്ലാം വരുന്ന വളരെ കാര്യപ്പെട്ട അപ്ഡേറ്റ്സ് ഏറ്റവും ആദ്യം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മനാഷ് ഗോഹൻ. പുള്ളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആർട്ടിക്കിളാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഈ കാണുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് CUCETയെ സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ആർട്ടിക്കിളിലൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് വരുമെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതിപ്പോ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഇതെന്താ വരാത്തത് എന്ന്. കൊച്ചിനായി ഇപ്പൊ പഞ്ചാബി ഹൗസ് പറഞ്ഞ പോലെ 2-ാം തീയതി വരാം, പക്ഷെ എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അതുപോലെയാണ് വരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ സ്പെക്കുലേഷൻസ് വെച്ചിട്ട് ഇത് പറയുക എന്നുള്ളത് നമുക്കൊരു നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. NTAയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കാര്യമായ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ വീക്ക് തന്നെ അത് വരുമെന്ന് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ മനാഷ് ഗോഹനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ അനലൈസ് ചെയ്ത് തുടങ്ങാം. അനലൈസ് ചെയ്യാനുള്ള പ്രധാന വിഷയം ഇത് തന്നെയാണ്. 2 സെക്ഷൻ എന്ന് പറഞ്ഞിരുന്ന എക്സാം എല്ലാം കൂടി ഇപ്പം 3 സെക്ഷൻ ആയിട്ടുണ്ട്. 42ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നടത്തുന്ന ഒരു പരീക്ഷയിൽ 2 സെക്ഷൻ ഉണ്ടായിരുന്നത് 3 സെക്ഷൻ ആകുക എന്ന് പറയുന്നത് ചെറിയ മാറ്റമല്ല. ഈ 3 എന്ന് പറയുന്നത് ആദ്യം വരുന്ന സെക്ഷൻ ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. സെക്ഷൻ A ലാംഗ്വേജ് ടെസ്റ്റും സെക്ഷൻ B ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റും അതുപോലെ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള സെക്ഷൻ C വരികയാണ്. മറ്റൊന്നുമല്ല, ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇങ്ങനെ ലാംഗ്വേജ് ടെസ്റ്റും ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് 3 സെക്ഷനായിട്ടായിരിക്കും ഈ വട്ടത്തെ CUCET 2022 നടക്കാൻ സാധ്യത എന്നാണ് മനാഷ് ഗോഹൻ പറയുന്നത്. ഇദ്ദേഹം പറയുന്ന പോലെയാണ് എക്സാം നടത്തുന്നതെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ന്യൂസ് ആർട്ടിക്കിൾ പ്രകാരം അടുത്ത വീക്കിനുള്ളിൽ തന്നെ NTA ഈ ഒരു അപ്ഡേറ്റ് പുറത്തു വിടും, അല്ലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വിടും എന്ന് തന്നെയാണ് വളരെ കോൺഫിഡൻസോടെ പുള്ളി പറയുന്നത്. നമുക്ക് നോക്കാം പുറത്തു വിടുകയില്ലയോ എന്ന്. പുറത്തു വിട്ടാലും ഇല്ലെങ്കിലും എത്രയും നല്ല രീതിയിൽ തയ്യാറാവുക, എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ലപോലെ പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസ്ഥ നമുക്ക് ചെയ്യാനുള്ളത്. ഇതുപോലെ പൊതുവെ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആയിരുന്ന ഒരു CUCET ഈ വട്ടം തൊട്ട് CUCET 2022 തൊട്ട് ഒരു CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ പോയിരുന്ന് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് എഴുതേണ്ട ഒരു എക്സാമായി മാറിയിരിക്കുകയാണ് CUCET. നിങ്ങളുടെ മോഡൽ എക്സാംസിന് ഇടയിലാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് സെക്ഷൻ ABC ഒന്ന് അറിയാം എന്താണെന്നുള്ളത്. സെക്ഷൻ A ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. NTA പറഞ്ഞിട്ടുള്ള 13ഓളം വരുന്ന ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്തിട്ട് ആ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിന് CUCET ആസ്പിറൻസ് അല്ലെങ്കിൽ CUCET 2022 അപ്പിയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എഴുതിയേ പറ്റൂ. ആ ലാംഗ്വേജസ് ആണ് ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി, അസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാഠി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു. ഈ 13ഓളം ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്തിട്ട്, ഇതിൽ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് മലയാളമാണ്, പക്ഷെ നിങ്ങൾ മലയാളത്തെക്കാൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഇപ്പം നിങ്ങൾ കംഫർട്ടബിൾ ആണ് മലയാളത്തെക്കാൾ കൂടുതൽ എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏത് വിഷയത്തിൽ അപ്പിയർ ആണെന്നുള്ളത് നിർബന്ധമല്ല, പക്ഷേ ഇതിൽ ഒരു വിഷയത്തിൽ അപ്പിയർ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഒരു നിർബന്ധം. സെക്ഷൻ A സംബന്ധിച്ച് CUCETക്ക് അപ്പിയർ ചെയ്യുന്ന എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് ലാംഗ്വേജ് ടെസ്റ്റ്. അതുപോലെ ഈ 13 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്ത് നിർബന്ധമായും ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് സെക്ഷൻ Bയിലേക്ക് പോവാം. സെക്ഷൻ B ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ്. ഈ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് പൊതുവേ ഒരു പുതിയ പരിപാടി അല്ലെങ്കിലും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വരുമെന്ന് പറയുന്ന, ഈ ആർട്ടിക്കിൾ പ്രകാരം വരുമെന്ന് പറയുന്ന ഒരു പാറ്റേൺ പുതിയൊരു പാറ്റേൺ തന്നെയാണ്. അതിൽ പറയുന്നത് 27ഓളം സബ്ജക്ട്സ് അവർ നമുക്ക് ഓപ്ഷൻ തരും. ആ 27 നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുന്നത് 6 എണ്ണമാണ് മാക്സിമം എഴുതാൻ പറ്റുന്നത് എന്നുള്ളതിലുപരി 6 എണ്ണം വരെ നിങ്ങൾക്ക് എഴുതാം എന്നാണ് കൃത്യമായി പറയേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം സബ്ജക്ട്സ് പെർസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യോളജി കിട്ടിയില്ല, ഓക്കെ ആന്ത്രപ്പോളജി മതി, അങ്ങനെയാണ് ആന്ത്രപ്പോളജി കിട്ടിയില്ല എന്നിരിക്കട്ടെ, പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്. ഈ രീതിയിലുള്ള പല സബ്ജക്ട്സിന് വേണ്ടി ഇങ്ങനെ എൻട്രൻസിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ട്, അല്ലെ ചെയ്തു തരുമെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇതിന്റെ എക്സാംസ് എങ്ങനെ നടത്തുന്നോ ഇതിന്റെ ടൈമോ ഇതൊന്നും ഇതുവരെ ഒരു സ്പെസിഫിക് ആയിട്ടോ യാതൊരുവിധ എന്തിന് സ്പെക്യുലേഷൻ ആയിട്ട് പോലും ഒന്നും പുറത്തു വന്നിട്ടില്ല. NTA എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് ടൈം ഇല്ല ഇനി നമുക്ക് എക്സാംസിന്. അപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ധാരണ വരാതിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ടെൻഷൻ അടിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാംസിലും അതുപോലെ തന്നെ ബോർഡ് എക്സാംസിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് സംബന്ധിച്ചുള്ള ഏതൊരു അപ്ഡേറ്റ് വരുമ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ സെക്ഷൻ B യെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ മിനിമം ലിമിറ്റ് 1 ആണോ 2 ആണോ എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വ്യക്തമല്ല. അതിനെപ്പറ്റി യാതൊരു സ്പെക്കുലേഷൻസ് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് 6 എണ്ണം വരെ എഴുതാം. അതിൽ എത്ര എണ്ണം നിങ്ങൾ എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതിൽ ഈ 27 സബ്ജക്ട്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതിൽ മേജർ ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിൽ അക്കൗണ്ടൻസി വരുന്നുണ്ട്, ബയോളജി വരുന്നുണ്ട്, സോഷ്യോളജി വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, ആന്ത്രോപോളജി വരുന്നുണ്ട്, സൈക്കോളജി വരുന്നുണ്ട്, ഫിസിക്സ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നമുക്ക് മാക്സിമം 6 എണ്ണം വരെ എടുത്ത് എഴുതാം. അതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആർട്ടിക്കിളിന്റെ സോഴ്സ് ആയിട്ട് മനാഷ് പറഞ്ഞിരിക്കുന്നത് ഒരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ ഒഫീഷ്യൽ ആണ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് കൊണ്ട് നമുക്ക് പഠിച്ചിട്ടില്ലാത്ത ഒരു ലാംഗ്വേജിലെ, ഇപ്പൊ ഞാൻ സോഷ്യോളജി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്ക് സോഷ്യോളജിയുടെ എൻട്രൻസിന് അപ്പിയർ ചെയ്യാനും സോഷ്യോളജി എൻട്രൻസിന് ഞാൻ നല്ല മാർക്ക് നേടുകയാണെങ്കിൽ എനിക്ക് ആ കോഴ്സ് പഠിക്കാനുമുള്ള ഒരു ഓപ്ഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാവും. ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു കോഴ്സുകളിലേക്ക്, എസ്പെഷ്യലി സയൻസ് നിന്ന് ഹ്യൂമാനിറ്റീസിലേക്ക് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. +2 സയൻസ് പഠിച്ചിട്ട് ഡിഗ്രിക്കും PGക്കും എല്ലാം ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. +2 ഒരു വിഷയം പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം പഠിക്കാനുള്ള അവരുടെ കഴിവ് അളക്കേണ്ടത്. അതേ സ്ഥാനത്ത് ഈ ഒരു എൻട്രൻസ് വഴി അത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഈ ഒരു ഒഫീഷ്യലിന്റെ അഭിപ്രായത്തിൽ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റിന്റെ ഗുണം. അപ്പൊ ഇതൊക്കെയാണ് സെക്ഷൻ Bയിൽ വരുന്നത്. അപ്പൊ സെക്ഷൻ Aയിൽ ലാംഗ്വേജ് ടെസ്റ്റും സെക്ഷൻ Bയിൽ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റും. ഇനി സെക്ഷൻ C ആണ് വരുന്നത്. സെക്ഷൻ C യെ പറ്റി നമ്മൾ കുറച്ച് വിശദമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. സെക്ഷൻ Cക്ക് തന്നെ 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് ജനറൽ ടെസ്റ്റും സെക്കൻഡ് ലാംഗ്വേജ് ടെസ്റ്റും. ഇതിൽ തന്നെ ഈ സബ്സെക്ഷൻ 1 എന്ന് പറയുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അത് നിർബന്ധമായി എഴുതിയിരിക്കണം. ആ ആർട്ടിക്കിൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം. അതിൽ പറയുന്നുണ്ട് ചില കോളേജുകളൊക്കെ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സ്കോർ മാത്രം വെച്ചിട്ട് സ്റ്റുഡൻസിനെ ഓപ്റ്റ് ചെയ്യാൻ, സ്റ്റുഡൻസിനെ അവരുടെ കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്റ്റിറ്റ്യൂഡ് പഠനം ഒന്നും ആരും നിർത്തണ്ട, ഒന്നുകൂടെ ശക്തിപ്പെടുത്തുക. കാരണം നോട്ടിഫിക്കേഷൻ ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മളുടെ പ്രിപ്പറേഷനിൽ യാതൊരുവിധ കുറവും പാടില്ല. കാരണം നമുക്കിനി ഒരുപാട് സമയമില്ല പ്രിപ്പയർ ചെയ്യാൻ. സെക്ഷൻ Cയുടെയും മാർക്കും അതുപോലെ തന്നെ എക്സാം പാറ്റേണും ഒന്നും തന്നെ നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. ഒരു സ്പെക്കുലേഷൻ പോലും ഇതുപോലെ ലഭിച്ചിട്ടില്ല. ആർട്ടിക്കിളിലും അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. എങ്കിലും സബ്സെക്ഷൻ A ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണെന്നും സബ്സെക്ഷൻ 2 അല്ലെങ്കിൽ സബ്സെക്ഷൻ B ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആണെന്നും ഉള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവുന്നത്. ഈ സബ്സെക്ഷൻ 2 ആയിട്ടുള്ള ഈ ലാംഗ്വേജ് ടെസ്റ്റ് എന്താണെന്നാൽ 19ഓളം ലാംഗ്വേജസ് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 19 ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഒരു തുടർ പഠനം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ UG അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നതിനിടയിൽ കൂടെ തന്നെ ഞാൻ പറയുന്നു, ഇതൊക്കെ ഈ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓതന്റിക് സോഴ്സ് ആണെന്ന് നമ്മൾ കരുതിയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതല്ലെങ്കിലും ഇതാണെങ്കിലും ഇതിന്റെ മേലെ ഇനി ന്യൂസുകൾ വരുമ്പോഴും അന്നേരമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ന്യൂസുകൾ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സെക്ഷൻ Cയിലെ സബ്സെക്ഷൻ 2 ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാനാവുന്നില്ലേ? ഇതിൽ വരുന്നത് ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, ജാപ്പനീസ്, നേപ്പാളി, പേർഷ്യൻ, റഷ്യൻ, സ്പാനിഷ്, ടിബറ്റൻ, ബോഡോ, ഡോഗ്രി, കശ്മീരി, കൊങ്കണി, മൈഥിലി, മണിപ്പുരി, സന്താളി ആൻഡ് സിന്ധി. ഈ സബ്ജക്ട്സ്, ഈ ലാംഗ്വേജസ് ആണ്, അല്ലെങ്കിൽ ഈ ലാംഗ്വേജസ് പെർസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് എഴുതേണ്ടത്. അതേ സ്ഥാനത്ത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാവരും എഴുതുക. കാരണം അതിന്റെ സ്കോർ വെച്ചിട്ട് അഡ്മിഷൻസ് നടത്തും എന്ന് തന്നെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സെക്ഷൻ Cയിൽ പറയുന്നത്. 2 സബ്സെക്ഷൻ ഉണ്ട്. 2 സബ്സെക്ഷനിൽ ഒന്ന് ജനറൽ എബിലിറ്റി, ജനറൽ ആപ്റ്റിറ്റ്യൂഡും ആണ്, മറ്റേത് ലാംഗ്വേജ് ടെസ്റ്റും ആണ്. ഇതിൽ ലാംഗ്വേജ് ടെസ്റ്റ് അത്ര കമ്പൽസറി അല്ല. കാരണം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഈ 19 ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ടെസ്റ്റ് എടുക്കുക. അല്ലാത്ത പക്ഷം ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം എഴുതുക. ഇതല്ലാതെ ആർട്ടിക്കിൾ പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം NTA കൊണ്ടുവരാൻ പോകുന്ന, അല്ലെ NTAയിൽ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ്, ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. അതിൽ പറയുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആയിട്ട് തന്നെ നമ്മളുടെ CUCET 2022 കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. നീറ്റ് UG 2022 ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈയിൽ കഴിയുന്നതോടുകൂടി CUCET 2022 അവർ കണ്ടക്ട് ചെയ്യും.
അത് തന്നെയാണ് മനാഷ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മനാഷും മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് മനാഷിനെ തൽക്കാലത്തേക്ക് വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കിനി എത്ര സമയമുണ്ട്? ഇതിപ്പം മാർച്ച് പകുതിയോളമായി. പിന്നെ ഉള്ളത് ഏപ്രിൽ, മെയ്, ജൂൺ, കൂടിപ്പോയാൽ 3.5 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 3.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CUCET നമ്മുടെ കൺമുന്നിലെത്തി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ഓർത്ത് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാംസിലും അതുപോലെ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാംസിലും എല്ലാം തന്നെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെല്ലാം ഫൈനലായതിനു ശേഷം, എല്ലാ കൺഫ്യൂഷൻസും ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം, എല്ലാം ക്ലാരിഫൈ ചെയ്തുകൊണ്ട്, എല്ലാവിധ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും ആദ്യം തന്നെ എല്ലാം നിങ്ങൾക്ക് അറിയേണ്ട CUCETയെ പറ്റി, സിലബസ് ആയിക്കോട്ടെ, എക്സാം പാറ്റേൺ ആയിക്കോട്ടെ, ടോപ്പിക്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം ഞങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം എത്തിച്ചേരുന്നതായിരിക്കും. അതിനായിട്ട് എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനിയും വരുന്ന CUCET അപ്ഡേറ്റ്സ് എല്ലാം വീഡിയോസ് ആയിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി പറയാനുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷനെ പറ്റിയാണ്. +2 പഠിക്കുന്ന സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിപ്പം ലാംഗ്വേജ് ആയാലും, ആപ്റ്റിറ്റ്യൂഡ് ആയാലും, ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് ആയാലും എല്ലാം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും എളുപ്പമാക്കി തരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. CUCET ക്ലിയർ ചെയ്യാൻ ആവശ്യമായ എല്ലാവിധ നോട്ട്സ്, എല്ലാവിധ ക്ലാസ്സുകൾ, എല്ലാവിധ ടെസ്റ്റുകൾ, നിങ്ങൾക്ക് ഈ എക്സാമുമായിട്ട് പരിചയപ്പെടാൻ വേണ്ട എല്ലാം ചെയ്തു തരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് Prepwise. CUCET അതുപോലെ JEE എല്ലാം പാസ്സായിട്ടുള്ള IITകളിൽ നിന്നും മറ്റും മുന്തിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും എല്ലാം പഠിച്ചിറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെ മെന്റർ ചെയ്യുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ്സ്, ഈ കൺഫ്യൂഷൻ ഒന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്തോളൂ. നിങ്ങളെ CUCETക്ക് ഞങ്ങൾ സജ്ജരാക്കും. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് Prepwiseന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. Prepwiseനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഞങ്ങൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. +2 വിദ്യാർത്ഥികളെല്ലാം തന്നെ തിരക്കിലാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിങ്ങളുടെ സമയം ഒട്ടും തന്നെ കളയുന്നില്ല. നിങ്ങൾ നല്ലപോലെ പഠിക്കുക, നിങ്ങളുടെ എക്സാംസ് എല്ലാം അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങളുടെ CUCET പ്രിപ്പറേഷനായിട്ട് ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ടാവും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു CUCET അപ്ഡേറ്റ്സ് എന്തുമായിക്കോട്ടെ, ഡേറ്റ്സ് ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, ഏതൊരു CUCET അപ്ഡേറ്റ് വരുമ്പോഴും ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കും. മറ്റൊരു CUCET അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വൈകാതെ ഞാൻ വരും. അതുവരേക്കും പീസ് ഔട്ട്.